ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത ദ്വീപിലേക്കാണ് പോകുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി തുറമുഖത്ത് വലിയ കപ്പലുകൾ വരുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാൻ എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ചാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. 1920കളിൽ ദ്വീപിൻ്റെ രൂപവൽക്കരണത്തിന് നയിച്ച തുറമുഖ വികസനത്തിന് നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷുകാരനായ സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന എഞ്ചിനീയറായിരുന്നു. 1929 അവസാനിച്ച 3 പ്രവൃത്തി സീസണുകളിൽ തുറമുഖത്തെ ആഴക്കടലുമായി ബന്ധിപ്പിച്ചുകൊണ്ട് 450 അടി വീതിയിലും 3.5 മൈൽ നീളത്തിലും ഒരു കടൽപ്പാത നിർമ്മിച്ചപ്പോൾ എടുത്തുമാറ്റിയ മണ്ണാണ് 750 ഏക്കർ വിസ്താരമുള്ള ദ്വീപിന് രൂപം കൊടുത്തത്. ഇതിന് നിയോഗിച്ച മണ്ണുമാന്തി കപ്പലുകളിൽ സക്ഷൻ ഡ്രഡ്ജർ ഏറ്റവും പ്രധാനമായിരുന്നത് ലേഡി വെല്ലിംഗ്ടൺ എന്ന കപ്പലാണ്. വേഗത്തിലും കാര്യക്ഷമതയിലും പ്രവർത്തന ദൈർഘ്യത്തിലും അതൊരു ലോക റെക്കോർഡ് തന്നെ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. കൊച്ചി ഹാർബർ ടെർമിനസ് എന്ന കൊച്ചി റെയിൽവേ സ്റ്റേഷൻ ഈ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്റ്റേഷൻ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുടുംബവുമൊത്ത് വേളാങ്കണ്ണിയിലേക്ക് ആദ്യമായി എൻ്റെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നതും ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന സ്റ്റേഷനിൽ നിന്നാണ്. പണ്ടത്തെ ഇവിടെ നിന്നുള്ള ട്രെയിൻ സമയങ്ങളും യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളും ഇപ്പോഴും ഇവിടെ കൃത്യമായി പതിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എങ്കിലും ചില സമയങ്ങളിൽ ഈ സ്റ്റേഷനിൽ നിന്നും ഇപ്പോഴും നമുക്ക് തൽക്കാല ടിക്കറ്റ് ഇപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. സ്റ്റേഷൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് വാർഫുകളും വെല്ലിംഗ്ടൺ ഐലൻഡിൽ കാണാവുന്നതാണ്. അങ്ങോട്ടൊന്നും നമുക്ക് ഒരു ഫോട്ടോയോ വീഡിയോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. ഈ അടുത്ത് തന്നെ നമ്മുടെ കൊച്ചിയുടെ വാട്ടർ മെട്രോയും വെല്ലിംഗ്ടൺ ഐലൻഡിൽ വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ ബിനാലയും നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്നുണ്ട്. ഇത് വരുന്നത് നമ്മുടെ BTP വാർഫിൻ്റെ തൊട്ടരികിലാണ്. അതായത് സാഗരിക ഓഡിറ്റോറിയം വളരെ ഫേമസ് ആണ് വെല്ലിംഗ്ടൺ ഐലൻഡിൽ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പറയുന്ന ബിനാലയും അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനും വരുന്നത്. ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്നും പോകുന്ന യാത്രാ കപ്പലുകൾ പുറപ്പെടുന്നത് ഈ ദ്വീപിൽ നിന്നാണ്. ലക്ഷദ്വീപ് വിനോദസഞ്ചാര വിഭാഗമായ സ്പോർട്സിൻ്റെ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് നാച്ചുറൽ ടൂറിസ്റ്റ് ആൻഡ് സ്പോർട്സ് ഓഫീസ് ഈ ദ്വീപിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളുടെ ലക്ഷദ്വീപിലേക്ക് പോകുന്ന കവരത്തി കപ്പൽ യാദൃശികമായിട്ട് കണ്ടത്. അതിൽ നിറയെ ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് സാധനങ്ങളുമായിട്ട് തിരികെ കവരത്തിയിലേക്ക് പോകുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ പഴയ ഒരു ബോട്ട് ചട്ടി നമുക്കിവിടെ കാണാൻ പറ്റും. അത് നമ്മുടെ താജ് മലബാർ ഹോട്ടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ താജ് മലബാർ ഹോട്ടൽ. നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഫേമസ് ഹോട്ടലാണ്. ഈ കാണുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കാട് പിടിച്ചും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാർക്കുള്ളത്. പണ്ട് ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുകാരുമായി വന്നിവിടെ ഒരുപാട് സമയങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കപ്പൽ നമുക്ക് കാണാൻ പറ്റും. അതൊരു മ്യൂസിയം എന്നുള്ള രീതിയിൽ ആ പാർക്കിനോട് ചേർന്ന് തന്നെ ആ കപ്പൽ അവിടെ സ്ഥിതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ സിനിമകളിൽ ഒരുപാട് സിനിമകളിൽ ഈ പറയുന്ന ലൊക്കേഷനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹരിനഗറിലെ
ഉന്നം മറന്നു തെന്നിപ്പറന്നു എന്നുള്ളൊരു ഗാനം, ആ ബൈക്കിന് വരുന്ന സീനുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ. ആ മ്യൂസിയവും നമ്മൾ ഈ പറയുന്ന പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. നമ്മൾ ആ വഴിയിൽ കൂടി പോകുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതും ഒരു ബോട്ട് ജെട്ടിയാണ്. എംബർക്കേഷൻ ജെട്ടി എന്നാണ് പേര്. ഒരുപാട് സിനിമകളിലും ഈ പറയുന്ന ലൊക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജയസൂര്യയുടെ ഒരു ഫിലിം ലോലിപോപ്പ് എന്ന ഫിലിം, ആ തുടക്കം മുതലേ ജയസൂര്യയുടെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നത് ഈ പറയുന്ന എംബർക്കേഷൻ ജെട്ടിയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് കമ്പനികളായ പാരി ആഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, പിന്നെ അതുപോലെ തന്നെ പിയേഴ്സ് ലെസ്ലി കമ്പനി, എ വി തോമസ് കമ്പനി, അങ്ങനെ നിരവധി കമ്പനികളും അതിൻ്റെ ഒരു ഓഫീസുകളും നമുക്കിപ്പോഴും വെല്ലിംഗ്ടൺ ഐലൻഡിൽ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇത് പുതുതായിട്ട് വെല്ലിംഗ്ടൺ ഐലൻഡിൽ വന്നതാണ്. പുറത്തു നിന്നും വരുന്ന അല്ലെങ്കിൽ ഫോറിൻ കപ്പലുകളും നമുക്ക് ഇവിടെയാണ് വന്നവർ ഹോൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്തുനിന്നും ആ ഒരു കപ്പലുകളുടെ ഭംഗി ആസ്വദിക്കാവുന്നതാണ്. ഈ കാണുന്ന കപ്പൽ എനിക്കൊന്ന് കോഡിയല ക്രൂസ് എന്ന് പറയുന്ന കപ്പലാണ്. ഈ കാണുന്നതും വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഒരു ഫേമസ് ഹോട്ടലാണ്. പണ്ട് ട്രൈഡൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം ഇതിൻ്റെ പേര് ഹോട്ടൽ ഫേൺ എന്നാക്കി. പിന്നെ അതുകൂടാതെ നമുക്കൊരു മുസ്ലിം പള്ളിയും മാതാവിൻ്റെ പേരിലുള്ള പള്ളിയും അയ്യപ്പൻ്റെ പേരിലുള്ള ഒരു അമ്പലവും ഇപ്പോഴും നമുക്ക് വെല്ലിംഗ്ടൺ ഐലൻഡിൽ കാണാവുന്നതാണ്. കൂടാതെ കേന്ദ്രീയ വിദ്യാലയ സ്കൂളും അതിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കളിസ്ഥലവും നമുക്ക് ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ കാണാവുന്നതാണ്.